ഹായ്. അച്ചച്ച എന്തി? അച്ചച്ച വിളിച്ചേ, അച്ചച്ച വിളിച്ചേ. മേളി പോയോ? അച്ചച്ച വിളിക്ക്, കുഞ്ഞോ വിളിച്ചേ. ആ വാന്ന് പറ. ദോ അച്ചച്ച. ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, സൗണ്ട് മാത്രമേ. അല്ല, എത്ര ഉണ്ട്? വന്നു. ഇന്ന് നമുക്ക് വിരുന്നുകാരുണ്ട്. കുഞ്ഞോനും ജാനിക്കുട്ടി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മാമിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുവാ പൂക്കും. അപ്പം ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞേ. അപ്പം അവർ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഇവരെ ഇവിടെ ഇരുത്തിയിട്ട് പോകും. മുത്ത് ഇവിടെ ഉണ്ടല്ലോ, ഇവരെയും കൊണ്ട് പോകാൻ പാടല്ലേ. അങ്ങനെ അവരിവിടെ കൊണ്ടിരുത്തിയേച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ മുത്തിന് ഒരു മൂക്കൊലിപ്പം എന്തൊക്കെയോ അസ്വസ്ഥത, പനിയാന്ന് തോന്നുന്നു. ചായ ഇട്ട് കൊടുക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചി വന്നായിരുന്നു. ചേച്ചി നേരത്തെ വന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് കപ്പലിൻ്റെ മിഠായി, പിന്നെ എഗ് പബ്സ്, അത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കപ്പലിൻ്റെ മിഠായി എനിക്കുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പല്ലിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ അങ്ങനെ കട്ടിയുള്ളതൊക്കെ ഒഴിവാക്കി. പക്ഷേ കപ്പലിൻ്റെ മിഠായി കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നി. അത് ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇച്ചിരി കഴിച്ചവിട്ടിരുന്നു. വളരെ കഷ്ടപ്പെട്ട് കഴിച്ച്. കൊതിയുണ്ട് താനും, പല്ല് വയ്യാതാനും. അപ്പോൾ പിന്നെ പപ്സൊന്നും ഞാൻ കഴിച്ചില്ല. അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. ഇവിടെ ആൾക്കാരുണ്ടല്ലോ കഴിക്കാൻ, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങ് കൊണ്ടുപോരുന്നു. പിന്നെ ഇന്നും ഏത്തപ്പഴം മേടിച്ചു. 3.5 കിലോ 100 രൂപ കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. നാളെ മോനുകുട്ടൻ്റെ സ്കൂളിലെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അവധി എടുത്തേക്കോ, സ്കൂളിൽ പോകണം. അപ്പം എന്താ പറയുന്നത്, രാവിലെ നമുക്ക് റാഗി സേമിയയും ഏത്തയ്ക്ക പൊരിക്കുകയും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്നിട്ട് സ്കൂളിൽ പോവും. പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്ന പരിപാടി കഴിയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഇന്നിവിടെ പൈപ്പൊക്കെ പണിമുടക്കാണ്. കിണർ വെള്ളം കുറഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. ഇപ്പം കിണറിലെ മോട്ടർ അടിക്കാൻ പറ്റുന്നില്ല. കുഴൽക്കിണറും ഇന്ന് മുതൽ പണി മുടക്കുന്നു. എന്താണെന്നറിയത്തില്ല, എയർ കയറിയതായിരിക്കാം. അപ്പോൾ ആളിനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വർക്കിന് കയറിയത് കൊണ്ട് ഇന്നിനും വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പോയി മോനുകുട്ടനെ വിളിച്ച് അവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ചു. മുത്ത് ഇവിടെ ഇരിക്കട്ടെ, മുത്തും ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂടി ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പോയി എളുപ്പം ഷടേന്ന് തിരിച്ചു വരാം. പിന്നെ രാത്രിയിലത്തേക്ക് ചോറും മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. വന്നിട്ട് എന്തെങ്കിലും കറി ആക്കണം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും 1 കിലോ ഉരുളക്കിഴങ്ങും മേടിച്ചിട്ടുണ്ട്. പച്ചക്കറിയെല്ലാം തീർന്നു, നാളെ വാങ്ങിക്കണം. ഇന്ന് ഞാൻ കയറിയില്ല. ഇന്ന് ഇവർ കുഞ്ഞുങ്ങളിവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓടിങ്ങി പോരുന്നു. കൊച്ചോള് രാവിലെ ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്നു. ഞാൻ ടൗണിലോട്ട് വിട്ടു. അവൾക്ക് പല്ലിൻ്റെ ഇതേതായിട്ട് കാണിക്കണമായിരുന്നു. അതും കാണിച്ചിട്ട് പിന്നെ അങ്ങ് വീട്ടിൽ പോയി. പിന്നെ എന്താണ് പറയാൻ വന്നേ, മറന്നുപോയി. എന്തോ ചായ തരാം. പപ്സോ? പപ്സ് വേണോ? ഇവിടെ ഒരു കള്ളച്ചെറുക്കൻ നിൽപ്പുണ്ട്, ഒരു കള്ളച്ചെറുക്കൻ. അതുകൊണ്ട് അവിടെ കുറെ ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് പോ, മാമി കാണിക്കാം. വാ, ഇങ്ങ വാ, ഇവിടെ. ഇതോണ്ടേ. ഹായ്, ലവ് യു പറഞ്ഞു. ലവ് യു പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഉമ്മ. എല്ലാവർക്കും കിട്ടിയോ? കുഞ്ഞോട് ചക്കര ഉമ്മ കേട്ടോ, ഇല്ലയോ? ജാനിമോളെ, നാക്കളെ കുഞ്ഞോയ്ക്കൂടെ കൊടുക്കണേ. രണ്ടുപേരുടെ കഴിക്കും. പാപ്പട്ടിന്നെ മാമി പോയിട്ട് വരാം കേട്ടോ. ചേച്ചി വിളിച്ചോണ്ട് വരാമേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഉണ്ടോ അതേല് പഴുത്തതുണ്ടോ? വിളഞ്ഞത് മാത്രം കൊണ്ട് വാ എന്നാ തിരി കത്തിക്കണം. തിരി കത്തിച്ചിട്ട് വേണം അവരുടെ കൂടെ കളിക്കാൻ. പോയെങ്കിലേ ഇന്ന് നോക്കിയപ്പോ അവിടെ കൈ കിടക്കും. ഷുഗറിന്റെ ഗുളിക ഏതാ തന്നെ? അന്നത്തെ തന്നെയാണോ? കണ്ടുപോയ കാര്യം കണ്ടുപോയോ? കത്തുന്നില്ലയോ? ആണ്ട കത്തി അവിടെ വെച്ചേ. കുഞ്ഞോടെ ചെരുപ്പ് എടുത്തോ, കുഞ്ഞോടെ ചെരുപ്പ്. മാറും മോനെ. ട്യൂഷൻ അവിടെ അവര് വന്നിരിക്കുന്നു. എങ്ങനുണ്ട്? കൊള്ളാവോ? മോനെക്കൊണ്ടൊരു ഡാൻസിനുള്ള ക്ലാസ്സാ. നീ കേട്ടോ? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. 2-3 കടയിൽ കയറിയണൊക്കെ കിട്ടിയത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കടയിൽ ഇല്ലാഞ്ഞല്ല. ആദ്യം കയറിയെടുത്ത് 10, 600 രൂപ, 700 രൂപ, 500 രൂപയൊക്കെയാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അതിന്റെ വിലയൊന്നും ചോദിക്കണ്ട. പറയൂല. ഞാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ അങ്ങോട്ട് പോയി. ഞാൻ ഒന്നും വെച്ചില്ല പ്രിയങ്ങളെ, കാരണം അമ്മ നമുക്ക് മീൻകറി തന്നു, തേങ്ങ അരച്ച മീൻകറി, അവിയലും തന്നു. ഇന്നലെ കുറച്ച് മുരിങ്ങയ്ക്ക കിട്ടിയായിരുന്നേ, അവിടെ ഒരാൾ കൊണ്ട് കൊടുത്തതാണ്. ഞാൻ അതിനകത്തുനിന്ന് 2-3 എടുത്തോണ്ട് ഒരു കേട്ടോ. അപ്പം അത് ഞാൻ അമ്മയുടെ കൊടുത്തു. തീയൽ വല്ലതും വെക്കുമെന്നും കണ്ടോ കൊടുത്ത. പക്ഷെ അമ്മ ഇന്ന് അവിയൽ വെച്ചു. പിന്നെ ഇത് അവിടുന്ന് വാങ്ങിയതല്ല, അവിടുന്ന് പറിച്ച തക്കാളിപ്പഴം, പഴമായിട്ട് തക്കാളി അവിടെ കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ നോ പണി കേട്ടോ. അതുമല്ല വെള്ളമില്ല. നാളെ അവർ വന്ന് പൈപ്പ് ശരിയാക്കിയാലേ അറിയത്തുള്ളൂ ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് പാചകം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. രാവിലെ മുത്തും കൊച്ചോടും കൂടെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ചേച്ചി എടുക്കുന്ന കുറച്ച് 2 ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വെച്ച് പാത്രം കഴുകാനൊക്കെ ആയിട്ട് അതിവിടെ ഇരിക്കണം. ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ. എന്തോ മുത്തു കണ്ടോണ്ടിരിക്കുക, എന്തോ കഴിക്കാൻ? ചോറുണ്ട്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്, മോരുകറിയുണ്ട്. മീനൊന്നുമില്ലേ? ഇല്ലില്ല, എന്നോടും പിണക്കവാടി. എന്നോടും പിണക്കവാ. അതാ. ചോറ് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചു. കൊച്ചോള് വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നാളെ മോനുകുട്ടൻ്റെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് പോകാൻ കൊച്ചോളെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് വാ വെക്കുമായിരുന്നു. ഞാൻ വിളിച്ചു.
രാവിലത്തെ ബസ്സിന് വരും. നമുക്ക് സ്കൂളിൽ പോയി ആനിവേഴ്സറിയിലൊക്കെ പങ്കെടുത്തിട്ട് വരാം. പിന്നെ മുത്തിനും ഞാൻ പറഞ്ഞില്ലേ തുമ്മലും മൂക്കൊലിപ്പും ആകെപ്പാടെ. ഇവിടെ ഇതിൻ്റെയൊക്കെ പൊടിയാണ്, എപ്പോഴും പൊടിയല്ലയോ, അതുകൊണ്ടായിരിക്കും. എന്താ ചെയ്യാനാ. പിന്നെ ഇന്നലെ ഞാൻ ലൈവിൽ വന്നപ്പം കമൻറ്റ് വായിച്ചില്ല, മെസ്സേജ് വായിച്ചില്ല, പിണങ്ങുവാണ്, പോവാണ്, ബൈ ബൈ ഒക്കെ പറഞ്ഞായിരുന്നു. ഞാൻ അന്നേരം ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം വായിക്കാത്തതല്ല, നമ്മൾ വായിച്ച് വരുന്ന കൂട്ടത്തിൽ ചിലത് മിസ്സാവുന്നതാണെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നോട് പിണക്കവും ദേഷ്യമൊന്നും ആരും വിചാരിക്കരുത്. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്, വാട്സപ്പിലും മെസ്സേജ് ആയിട്ടു, ഫേസ്ബുക്കിലും, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാഗിണിയമ്മയുണ്ട്. രാഗിണിയമ്മ മെസ്സേജ് ഇട്ടത് ഞാൻ വായിച്ചില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും മനഃപൂർവ്വം അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പരിഭവം വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് പകരം വെക്കാൻ വേറൊരു കാര്യങ്ങളുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല വാക്കുകൾ മാത്രമാണ്. അപ്പോൾ അത് അങ്ങനെ അത്രയും വലിയൊരു കരുതൽ തരുന്ന നിങ്ങളെ ഞാൻ എന്തിനാണ്, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഈ പറയുന്ന പോലെ ചിലരെ കോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ അയച്ചിട്ട് എനിക്ക് പറ്റാറില്ല പ്രിയങ്ങളെ. ഒന്നാമത്തെ കാര്യം, എനിക്ക് നമ്മൾ രാവിലെ പിടിയുന്ന ജോലികളൊക്കെ തീർത്ത് അങ്ങോട്ട് പോകാനുള്ള ധൃതിയായിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷേ എന്താ പറയുന്നത്, നമ്മളൊരു കസ്റ്റമർ വന്ന് നിൽക്കുമ്പോൾ ഈ ഫോൺ ചെവി വെച്ചുകൊണ്ട് അവർക്ക് മെഡിസിൻ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ചില മനുഷ്യരാണ് ചില തെറ്റൊക്കെ പറ്റുക, പ്രത്യേകിച്ച് മരുന്നൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കഴിവതും അങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ട് ഒരു പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ തന്നെ ഒന്നുകിൽ മാറി നിന്ന് സംസാരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കോൾ എടുക്കത്തില്ല, പിന്നെ ഞാൻ തിരിച്ചു വിളിക്കും, അങ്ങനെയാണ്. അപ്പം ഈ ആദ്യമായിട്ടൊക്കെ പരിചയപ്പെടാനും അല്ലാതൊക്കെ വിശേഷങ്ങൾ പറയാനും ഒക്കെ വിളിക്കുന്നത് അവിടെ ഇരുന്ന് എനിക്ക് നടക്കത്തില്ല. പിന്നെ ഞാൻ വൈകിട്ട് വന്നാലുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ ഉള്ള സമയക്കുറവ് കൊണ്ടും ജോലി കൂടുതൽ കൊണ്ടും എനിക്ക് എല്ലാവരോടും, ഈ പറഞ്ഞ എല്ലാവരോടും ഒന്നും വിളിക്കാനും സംസാരിക്കാനും പറ്റുന്നില്ല. അതൊന്നും എൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള പുച്ഛമോ ഒന്നുമല്ല, എൻ്റെ സാഹചര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറയുന്നത്, ഒരിക്കലും ആരോടും അങ്ങനെയൊന്നും ദേഷ്യമോ വിഷമോ ഒന്നും വെച്ച് പുലർത്തുന്ന ആളല്ല ഞാൻ കേട്ടോ. അപ്പോൾ പൊതുവായിട്ട് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൽ കുറേ പേരൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെയോ മെസ്സഞ്ചറിലോ നമ്മുടെ നെസ്റ്റിലെ അമ്മക്കളി നമ്പറിലോ ഒക്കെ മെസ്സേജ് ഇടുന്നവരുണ്ട്. നെസ്റ്റ് അമ്മക്കളിയിലെ നമ്പറിൽ നമ്മുടെ ബിസിനസ് നിർത്തിയതിന് ശേഷം ഞാൻ വല്ലപ്പോഴുമാണ് വാട്സപ്പ് മെസ്സേജൊക്കെ നോക്കുന്നത്. സമയം കിട്ടാറില്ല പ്രിയങ്ങൾ, അതുകൊണ്ടാണ്. എനിക്ക് വളരെ വളരെ സ്പീഡിൽ ജോലി ചെയ്ത് തീർക്കാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ എൻ്റെ ജോലിയുടെ സ്പീഡ് കുറയുന്നതനുസരിച്ച് എൻ്റെ സമയവും വളരെ കുറവാണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് എന്താ പറയുന്നത്, ആരോടും ദേഷ്യവും വിഷമവും ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. മോന് കിട്ടോ, വാ ചോറിന് വായോ, വാ മുത്തേ, വാ ചോറിന്. ഞാൻ കഴിക്കാമോ, എനിക്ക് വിശക്കുന്നു. വാ, ഉച്ചയ്ക്ക് പൂരി തിന്നോണ്ടേ വിശക്കുന്നു. വാ, ചോറും ചൂടുവെള്ളം തരാം. അമ്മമ്മ തന്നു മീൻ കറി. ചോറ് വിളമ്പി, അവിയലെടുക്കട്ടെ. അവിയൽ എന്തോ ഒരു മീനിൻ്റെ പേരമ്മ പറഞ്ഞു, എനിക്കത് അറിഞ്ഞുകൂടാ പറയാൻ. അതിൻ്റെ കഷ്ണമൊക്കെ കുറച്ച് അമ്മ എടുത്ത് മാറ്റി വെച്ചു. അതിൻ്റെ തലയും മുള്ളും വാലും അങ്ങനെയൊക്കെയാണ് ഇത് കേട്ടോ. കാണിക്കാമേ, വേണ്ട, ഇത് കണ്ടോ, ഇതതിൻ്റെ തലഭാഗമാണ്. അതൊക്കെയാണ് അമ്മ ഇന്ന് കറി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഞാൻ തന്നെ കൂട്ടി തീർക്കണം, അതുകൊണ്ട് ഞാൻ എടുത്തു. മാങ്ങയൊക്കെ ഇട്ടാണ് കറി വെച്ചത്. അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, അച്ചാറൊന്നും വേണ്ട, എനിക്കിത് മതി. അപ്പം കഴിക്കട്ടെ.
എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ. നമുക്കിനി നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ. ബൈ ബൈ. സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.